കൃഷ്ണരാജ് 10 വർഷങ്ങൾക്ക് മുൻപ് ഈ ദിവസം നമുക്ക് ഓർത്തെടുക്കാൻ കഴിയില്ലേ? എന്തൊരു തിരക്കായിരുന്നു അവസാനമായി ഒരു നോക്ക് കാണാൻ കലാഭവൻ മണി അല്ലേ. കലാഭവൻ മണി ഒരു അഭിനേതാവാണ്. സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് പതിയെ 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 കയറി വന്ന് തൻ്റെ മികവ് കൊണ്ട് മലയാള സിനിമയിൽ സ്വന്തം ഇടമുറപ്പിച്ച ഒരാളാണ്. അതായിരുന്നു പ്രത്യേകത. അല്ലാതെ നൂലിൽ കെട്ടി ഇറങ്ങി വന്ന് അഭിനയിച്ചു തുടങ്ങിയതല്ല. സ്വന്തം മികവുകൊണ്ട് മിമിക്രി വേദികളിൽ, പിന്നീട് സീരിയലിൽ വന്നു. മൃഗശാല എന്നതാണ് ഓർമ്മ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യത്തെ ഒരു സീരിയൽ ഓർമ്മയുണ്ട്. അപ്പൊ അതിൽ കറുത്തവന്റെ കരുത്തും ഒപ്പം നമ്മുടെ അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം എടുത്തു പറയേണ്ടതാണ്. ദരിദ്രരുടെ എല്ലാം ഇടയിൽ നിന്നും വന്ന ഒരു എന്താ പറയുന്നത്, കരുത്തുറ്റ ഒരു നായകൻ. ജീവിതത്തിലും അദ്ദേഹം നായകൻ തന്നെയെന്ന് വിശേഷിപ്പിക്കാൻ. പ്രദേശത്ത് ചാലക്കുടിക്കാരുടെ പൊന്നോമനയായിരുന്നു. അവർക്ക് അവരുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരാളായിരുന്നു. അതായത് എന്താണ് കലാഭവൻ മണി എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ആ കലാഭവൻ മണി അതിൽ നിന്ന് ഉയരങ്ങളിലെത്തിയിട്ടും അതേ കലാഭവൻ മണിയായിരുന്നു. സമൂഹത്തിൽ മനുഷ്യത്വമുള്ള ഒരാളായിരുന്നു. എൻ്റെ ജീവിതാനുഭവങ്ങൾ എനിക്കറിയാവുന്നത് കൊണ്ട് എൻ്റേതിന് സമാനമായ ജീവിതാനുഭവങ്ങൾ കാണുമ്പോൾ അവരെയും ചേർത്ത് പിടിക്കുമായിരുന്നു, അവർക്കൊപ്പം നിൽക്കുമായിരുന്നു. പക്ഷേ അകാലത്തിൽ എന്ന് തന്നെ പറയണം, എത്രയോ സിനിമകൾ ഇപ്പോഴും കലാഭവൻ മണിയുടെ ശൂന്യത നികത്തപ്പെട്ടിട്ടില്ല മലയാള സിനിമയിൽ. കലാഭവൻ മണി ചെയ്യേണ്ട വേഷങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ അടുത്തെങ്ങും എത്തുന്നില്ല എന്ന് 100% ഉറപ്പിച്ചു പറയാൻ പറ്റും. അങ്ങനെ എത്ര സിനിമകളാണ്. സാമൂഹ്യ സേവനം കൂടി അദ്ദേഹത്തിന് എടുത്ത് പറയണം. കാരണം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായാണ് അദ്ദേഹം തുടങ്ങിയത്. ഒരു ഷർട്ടും ഒരു പാൻറ്റും ഒക്കെ ഇട്ടതുകൊണ്ടാണ് പല നാടകവേദികളിലും അവാർഡ് ഫംഗ്ഷനും ഒക്കെ അദ്ദേഹം പോയിരുന്നത്. പക്ഷേ ആ കലാഭവൻ മണി മലയാള സിനിമയുടെ സിംഹാസനത്തിലേക്ക് നടന്നു കയറിയത് വളരെ പതിയെയായിരുന്നു. എന്നാൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് ഒരുപാട് പേരെ സഹായിച്ചു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഓട്ടോറിക്ഷ പാവപ്പെട്ട രോഗികളെയൊക്കെ ഫ്രീ ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോഴും ആ ഓട്ടോറിക്ഷകൾ നിരത്തിൽ ഓടുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് പെർഫോമൻസ്, കൃഷ്ണരാജ് പറഞ്ഞ പോലെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, എന്തൊരു അപാര പെർഫോമൻസ്. ഒരുപാട് സിനിമകൾ ചിരിപ്പിക്കേണ്ടിടത്ത് ചിരിപ്പിച്ച്, കരയിപ്പിക്കേണ്ടിടത്ത് കരയിപ്പിച്ച്, എന്തൊരു ഹീറോ ആയിട്ട് ബെൻ ജോൺസൺ പോലുള്ള സിനിമകളിലൊക്കെ എന്തൊരു ഹീറോയാണ്. ആ നേരത്തെ പറഞ്ഞ കറുപ്പിന്റെ കരുത്ത് അത് കാണിച്ചു. പിന്നെ രാക്ഷസ രാജാവ് പോലുള്ള സിനിമകളിൽ വില്ലൻ വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ കലാഭവൻ മണി മലയാള സിനിമയുടെ ഒരു അടയാളപ്പെടുത്തലാണ്. മലയാള സിനിമയുടെ സൗന്ദര്യബോധത്തെയൊക്കെ അപ്പാടെ തകർത്ത് കയറി വന്ന മുത്താണ് നമ്മുടെ മണി. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞങ്ങൾ ശിരസ് നമിക്കുകയാണ്. മലയാളത്തിൻ്റെ സ്വന്തം കലാഭവൻ മണിയുടെ ഓർമ്മകൾക്ക് ഇന്ന് 10 ആണ്ട് തികയുകയാണ്. മണ്ണിൽ ചവിട്ടി നിന്ന് സാധാരണക്കാരായ മനുഷ്യരെ ചേർത്ത് പിടിക്കാനും അവരുടെ കണ്ണീരൊപ്പാനും അവരെ ആനന്ദിപ്പിക്കാനും മനസ്സ് കാണിച്ച അതുല്യ കലാകാരൻ ഇന്നും ജനഹൃദയങ്ങളിൽ മരണമില്ലാതെ തുടരുകയാണ്. ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മികാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ, പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടക്കണ മീനാടേ. ചാലക്കുടിയുടെ ഹൃദയമിടിപ്പായിരുന്ന കലാഭവൻ മണി എന്ന മലയാളിയുടെ സ്വന്തം മണിച്ചേട്ടൻ്റെ ഓർമ്മകൾക്ക് ചാലക്കുടി പുഴയോളം തന്നെ ആഴമുണ്ട്. ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവറായി ജീവിതം ആരംഭിച്ച മണി ആ ജീവിതം പകർത്തിവെച്ച ഒട്ടേറെ ചിത്രങ്ങളിൽ വേഷമിട്ടു. മണൽവാരൽ തൊഴിലാളിയായും, മിമിക്രി കലാകാരനായും, നാടൻ പാട്ടുകാരനായും, തെങ്ങുകയറ്റ തൊഴിലാളിയായും ജീവിച്ച വേഷങ്ങളെല്ലാം സൂപ്പർ ഹിറ്റായി. താരപരിവേഷമില്ലാതെ ആടിയും പാടിയും ചിരിച്ചും ചിരിപ്പിച്ചും സാധാരണക്കാരനായി മണി ജീവിച്ചു. മലയാള സിനിമയിലെ ഓൾറൗണ്ടർ. അഭിനയം മുതൽ ആലാപനം വരെയും സംഗീത സംവിധാനം മുതൽ എഴുത്തുവരെയും കലാഭവൻ മണിക്ക് വഴങ്ങി. സല്ലാപത്തിലെ ചെത്തുകാരൻ്റെ വേഷം ശ്രദ്ധിക്കപ്പെട്ടതോടെ പ്രമുഖ സിനിമാ സംവിധായകർ മണിയെ തേടിയെത്തി. വിനയൻ സംവിധാനം ചെയ്ത വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലൂടെ മണി മലയാളികളുടെ മനസ്സിൽ കൂടുകൂട്ടി. മുതലാളി തപ്പ് ഓടുന്ന പോലെ ചങ്ക് കിടന്നിട്ടുണ്ടുണ്ടും ഞാൻ കണ്ണു പോയിച്ചത് കിട്ടിയ ശിക്ഷയത് വേണ്ട, എനിക്ക് കണ്ണു വേണ്ട. മണി എന്ന അതുല്യ കലാകാരൻ മരണത്തിന് കീഴടങ്ങിയിട്ട് 10 ആണ്ട് തികയുമ്പോഴും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നവർക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട കലാഭവൻ മണിയെ നമ്മൾ വിട്ടുപോയിട്ട് മാർച്ച് 6 10 വർഷമാകുന്നു. അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ ആരുമില്ല എന്ന് നമുക്കറിയാം. കലാകാരൻ നമുക്ക് ചെയ്തിരുന്ന സേവനങ്ങൾ, നടനായിട്ടും നാടൻപാട്ടുകാരനായിട്ടും കോർഡിനേറ്ററും സംഘാടകനൊക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, നാടൻപാട്ട് രംഗത്ത് അദ്ദേഹം കൊണ്ടുവന്ന ഒരു പുത്തനുണർവ്, കലാഭവൻ എന്നുള്ള വലിയൊരു മനുഷ്യനെക്കുറിച്ച് പഠിക്കാൻ ഒരുപാടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഇനിയും ഒരുപാട് പഠനവിധേയമാകേണ്ട ഒരു
ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. ചാലക്കുടിയിലെ ആ ഓട്ടോക്കാരനിൽ നിന്ന് നാടറിയുന്ന സിനിമാക്കാരനായി മാറിയിട്ടും തൻ്റെ ഭൂതകാലം അഭിമാനമായി കൊണ്ടു നടന്നിരുന്ന പച്ചയായ മനുഷ്യനായിരുന്നു കലാഭവൻ മണി. മാർച്ച് 6 വീണ്ടും കടന്നു വരുമ്പോൾ നമുക്കത് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ദിനമായി മാറുന്നതും അതുകൊണ്ട് തന്നെ. ജനം, തൃശൂർ. ഞാൻ ഈ പാടിയിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 100 നമ്പർ ഓട്ടോറിക്ഷ ഇപ്പോഴും അതെത്തുന്നതിന് മുൻപുണ്ട്. വീടെത്തുന്നതിന് മുമ്പ് രണ്ട് ഇടത്താണ്. വളരെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ആരോ ആയിരുന്നു കലാഭവൻ മണി എന്ന ഫീൽ ഉണ്ടാകും ഉറപ്പായിട്ട്. ഇപ്പോഴും അവിടെ ആൾക്കാർ വന്നു പോകുന്നുണ്ട്. ആ പാടിയിൽ അദ്ദേഹം കണ്ടിരുന്ന ടെലിവിഷൻ സെറ്റ് അവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ ഇപ്പോൾ മാറ്റിയോന്ന് അറിയില്ല, കുറച്ച് നാളായി. എന്നാലും കലാഭവൻ മണി നമ്മളിൽ ആരോ ആണ്. അതെ, ഇന്നും നമ്മൾക്കിടയിൽ ജീവിക്കുന്നുണ്ട്. നമ്മുടെ ആരോ ആണ്. അതെ.